മമ്മൂട്ടി എങ്ങനെ നടനായി? മമ്മൂട്ടി എങ്ങനെയാണ് സിനിമയിൽ എത്തിച്ചേർന്നത്? താൻ എങ്ങനെ ഒരു മികച്ച നടനായി മാറിയെന്ന് മമ്മൂട്ടി പറയുന്ന വാക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മിഡി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ മലയാളികൾ സന്തോഷത്തോടെ കേട്ട ഒന്നായിരുന്നു മമ്മൂട്ടിയുടെ പത്മഭൂഷൺ നേട്ടം. ഇപ്പോഴിതാ അതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ശ്രദ്ധ നേടുകയാണ്. വെറും 2 മിനിറ്റ് 39 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അത്രയും ചുരുക്കി എന്നാൽ എഫക്റ്റീവായി സ്വന്തം ജീവിതം പറയുകയാണ് മമ്മൂട്ടി. ഒരു സിനിമാ നടൻ ആവണമെന്ന് കുട്ടിക്കാലം മുതൽ തനിക്കുണ്ടായിരുന്ന ആഗ്രഹത്തെക്കുറിച്ചും അവസരങ്ങൾക്കായി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ അച്ഛന് ഞാനൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു. യാദർശ്യമായി ഞാനൊരു അഭിഭാഷകനും പിന്നീട് ഒരു നടനുമായി. അഭിനയിച്ച ആദ്യ ചിത്രം വെള്ളിത്തിരയിൽ കണ്ടപ്പോൾ ഒരു സിനിമാ നടനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായിത്തീരാനുള്ള ശ്രമങ്ങളിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾക്കും ശ്രമങ്ങൾക്കും സ്വപ്നം കാണലുകൾക്കുമൊക്കെ ഇടയിലും അതിനോട് ഒരുതരം ആർത്തിയായിരുന്നു എനിക്ക്. തുടക്കത്തിൽ ചെറിയ റോളുകളും സീനുകളുമൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അഭിഭാഷകനായി പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം ഞാൻ വിവാഹം ചെയ്തു. അതിനുശേഷമാണ് ഒരു വലിയ വേഷം അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ ചിത്രം പൂർത്തിയായില്ല. അമച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഞാനൊരു മിമിക്രി കലാകാരനുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ മോഹം സിനിമയായിരുന്നു. ഒരുപാട് ആളുകളെ, വിശേഷിച്ച് സംവിധായകരെ അവസരത്തിനായി ഞാൻ ആ സമയത്ത് സമീപിച്ചിട്ടുണ്ട്. അവർ എന്തെങ്കിലും കുറ്റം എന്നിൽ കാണും, അങ്ങനെ എന്നെ തഴയും. അങ്ങനെ ദുഃഖിപ്പിക്കുന്ന സമയമുണ്ടായിരുന്നു. അവസാനം ഞാൻ MDയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് എന്നിൽ എന്തോ ആത്മവിശ്വാസം തോന്നി. അദ്ദേഹം എനിക്കൊരു വലിയ വേഷം തന്നു. അവിടുന്ന് അങ്ങോട്ട് ഒരു പോരാട്ടമായിരുന്നു. സിനിമ എന്ന മാധ്യമ ഞാൻ പഠിച്ചു, അതിന്റെ സാങ്കേതികത മനസ്സിലാക്കി. ഒരു സാധാരണ നടനാവാൻ തന്നെ ഏറെക്കാലം എടുത്തു. ഒരു പെർഫെക്റ്റ് നടനാവാൻ വീണ്ടും വർഷങ്ങൾ എടുത്തു. ഒരു കഥാപാത്രത്തിനും എന്നെ വെല്ലുവിളിക്കാനാവില്ല. കാരണം എനിക്കിതിൽ അത്രയും ആവേശമുണ്ട്, അർപ്പണമുണ്ട്, സത്യസന്ധതയുണ്ട്. ഒരു താരത്തേക്കാൾ കൂടുതൽ ഒരു നടനാവാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത്. ഞാൻ ഇപ്പോഴും ഒരു നടനാണ്. ഒരു നടനാവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി അങ്ങോട്ടും ഞാനൊരു നടനായിരിക്കും. എനിക്ക് 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മകൻ എന്നെപ്പോലെ തന്നെ ഒരു നടനാണ്. മകൾ ഒരു പെയിന്ററാണ്. ഭാര്യ ഒരു വീട്ടമ്മയാണ്. കുടുംബം എന്നെ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ സംവിധായകരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് എന്നോടൊപ്പം എന്തെങ്കിലും പുതുതായി ചെയ്യാനുണ്ടാവും. എനിക്കത് മിസ് ചെയ്യണമെന്നില്ല, മമ്മൂട്ടി പറഞ്ഞവസാനിപ്പിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.